I'm Dr. Mohammed Salim, Senior Consultant Urologist at Baby Memorial Hospital, Kannur. കിഡ്നി സ്റ്റോണിൻ്റെ രോഗലക്ഷണങ്ങൾ ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഏത് സൈറ്റിലാണ് സ്റ്റോൺ ഉണ്ടാകുന്നത്. കിഡ്നി സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഇൻസൈഡ് ദി കിഡ്നി. യൂറോലിത്യാസിസ് പറഞ്ഞു കഴിയുമ്പോൾ കിഡ്നിൻ്റെ മൂത്ര കല്ലെന്നാണ് റൂട്ടീനായിട്ടുള്ള പറയുന്ന വേർഡ്സ്. ബട്ട് ഇറ്റ് ക്യാൻ ബി എനിവെയർ. ഇപ്പം കിഡ്നി കല്ലെന്ന് പറഞ്ഞാൽ കിഡ്നിൻ്റെ ഉൾഭാഗത്തായിരിക്കുക, യൂറിൻ്റെ ട്യൂബിലായിരിക്കുക. കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചിലേക്ക് പറഞ്ഞ ട്യൂബിൻ്റെ ഇത് പറയുന്ന യുറേറ്ററാണ്. ഈ യുറേറ്ററിൽ സ്റ്റോൺ ആയിരിക്കുക, മൂത്രസഞ്ചിലായിരിക്കുക. ഈ എല്ലാ ഭാഗത്തിൻ്റെ രോഗത്തെ ലക്ഷണമൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും. കിഡ്നിൻ്റെ ഉൾഭാഗത്തിൻ്റെ സ്റ്റോൺസ് ചിലപ്പോൾ എത്ര വലിയ സൈസ് ആയാലും പെയിൻ ഉണ്ടാവാതിരിക്കാം. അതർവൈസ് ഇറ്റ് ക്യാൻ പ്രസൻറ്റ് ആസ് എ ഇൻഫെക്ഷൻ, ഫീവറായിട്ട് വരാം. കിഡ്നി ഉൾഭാഗത്തെ സ്റ്റോണിലേക്ക് ബ്ലഡ് ഹെമച്യൂരിയ, ബ്ലഡ് ഇൻ ദി യൂറിൻ ക്യാൻ ബി ദർ ഇൻസൈഡ് കിഡ്നി സ്റ്റോൺസ്. When it comes to ureter main symptoms and pain, ureteric colic എന്നാണ് പറയുന്നത്. സിവിയർ വാട്ട് കോമൺലി എല്ലാവരും പറയുന്ന ഒരു സ്റ്റോൺ പെയിൻ എന്ന് പറയുന്ന ഈ പെയിനായിട്ട് കാഷ്വാലിറ്റിക്ക് പോയിട്ട് എമർജൻസി ഇഞ്ചക്ഷൻ എടുക്കുന്ന പറയുന്ന പെയിനാണ് കോലിക്ക് പെയിൻ. ആ സിവിയർ പെയിൻ്റെതാണ് യുറേറ്ററിലേക്ക് ബ്ലോക്കാണ് സ്റ്റോണിൻ്റെ സിംറ്റംസ്. ഇറ്റ് ക്യാൻ ആൾസോ പ്രസൻറ്റ് ഹെമച്യൂരിയ അഗെയിൻ. ആൻഡ് മൂത്രസഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന, മൂത്രം ഒഴിച്ച് കഴിഞ്ഞ ശേഷം വേദന, മൂത്രത്തിൽ ചോരൻ്റെ അംശം വരുന്നത്, മൂത്രം പോവാതിരിക്കുന്നത്, ഇതൊക്കെ ബ്ലാഡറിലേക്ക് സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ഈ സിംറ്റംസ് കൂടെ ഉണ്ടാവാം. ഹൗ ടു ഡയഗ്നോസ്, എങ്ങനെയാണ് റൂട്ടീനായിട്ട് ഞങ്ങളൊരു കിഡ്നി സ്റ്റോണിൻ്റെ ഡയഗ്നോസിസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഒരാൾ എമർജൻസി കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ പെയിൻ മാനേജ് ചെയ്ത ശേഷം റൂട്ടീനായിട്ട് ചോദിക്കാം ഇൻവെസ്റ്റിഗേഷൻ ആർ യൂറിൻ ടെസ്റ്റും വിൽ ആസ്ക് ഫോർ അൾട്രാസൗണ്ട്. മോസ്റ്റ് ഓഫ് ദി ടൈം അൾട്രാസോണോഗ്രാഫി ക്യാൻ ഡിറ്റക്ട് സ്റ്റോൺ സൈസും എവിടെ കിഡ്നി ബ്ലോക്ക് ആകുന്നതിൻ്റെ ഡീറ്റെയിൽസും നോക്കാൻ പറ്റുന്നതാണ്. പ്ലസ് യൂറിനിൽ ഇപ്പോൾ ഇൻ കേസ് ദർ ആർ പ്ലേസസ് വെയർ അൾട്രാസൗണ്ട് ഈസ് നോട്ട് അവൈലബിൾ, ബട്ട് ജസ്റ്റ് ഡൂയിങ് ആൻ യൂറിൻ ടെസ്റ്റ്, യൂറിനിൽ RBCs ബ്ലഡ് കാണുന്ന കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു കൺഫർമേഷൻ തരാൻ പറ്റും 95% ഓഫ് ദി ടൈം ഈ പെയിൻ സ്റ്റോൺ കൊണ്ടിട്ടാണ്. ദെൻ ഫോളോ ഇറ്റ് വിത്ത് അൾട്രാസൗണ്ട്, എവിടെയാണ് സ്റ്റോണിൻ്റെ ബ്ലോക്ക് ആയിട്ടുള്ളത്. ദെൻ ഡിപ്പെൻഡ് ഓൺ ദി സ്റ്റോൺ സൈസ് ആൻഡ് ലൊക്കേഷൻ ട്രീറ്റ്മെൻറ്റ് ക്യാൻ ബി ഡിസൈഡഡ്. CT സ്കാൻ്റെ ആവശ്യത്ത് വരുന്നത് ഇപ്പോൾ എമർജൻസി ഇതിലേക്ക് വന്നാൽ ഫസ്റ്റ് ലൈൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മോസ്റ്റ് ഓഫ് ദി ടൈം ഇറ്റ് ഇസ് ഗൈഡ് ലൈൻ മെൻഷൻസ് പ്ലെയിൻ CT സ്കാൻ ക്യാൻ ഗിവ് an 100% ആൻസർ ഓൺ what is the diagnosis. Then the procedure plan ആകുന്ന സമയത്തിൽ ചിലപ്പോൾ CT സ്കാനും CT യൂറോഗ്രാഫി ചെയ്യേണ്ടി വരും. ദറ്റ് ഈസ് ഫോർ ഡിറ്റർമിൻ ദി ടൈപ്പ് ഓഫ് പ്രൊസീജിയർ റിക്വയർമെൻറ്റ്. ഉദ്ദേശിച്ച് കിഡ്നി സ്റ്റോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ആൻഡ് സർജിക്കൽ ഓർ എൻഡോസ്കോപ്പി ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. റൂട്ടീനായിട്ട് പേഷ്യൻറ്റ് യൂറിട്രിക് കോളിക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇഫ് പേഷ്യൻറ്റ് ഹാസ് എ നോർമൽ കിഡ്നി ഫങ്ഷൻ it can be treated. Most of the time, nearly 70 to 80% of the time, medical expression therapy kondu thanne ureter stones can be managed. Because ureteric stone medical management ennu parnal eppolum adu size in male depend aayirikkulla. Etra veliya stone size stone can be expelled medically. ബട്ട് ഓൾവേസ് ഞങ്ങൾ എന്താ പറയുക ഒരു പെർസെൻറ്റേജ് സക്സസ് ഒക്കെ പറഞ്ഞു തരും. ഒരു പ്രാവശ്യം ഒരാൾ വേദന വന്നിട്ട് പെയിൻ കൺട്രോൾ ആയ ശേഷം ഇൻ കേസ് ദേ ഹാവ് എ ലെസ് ദൻ 6 mm സ്റ്റോൺ 99% മെഡിക്കൽ എക്സ്പ്രഷൻ പോസിബിലിറ്റി ആണ്. 2 weeks കൊണ്ട് മെഡിസിൻ ദാറ്റ്സ് വി ഹാവ് എ കോമ്പിനേഷൻ ഓഫ് മെഡിക്കൽ എക്സ്പ്രഷൻ തെറപ്പി, ആൽഫ ബ്ലോക്കർ, ഡയററ്റിക്സ് ആൻഡ് എ പെയിൻ കില്ലർ ആൻഡ് എ സ്റ്റോൺ സോഫ്റ്റനിങ് ഏജൻറ്റ് കൊടുക്കുന്ന കൊണ്ടിട്ട് അപ് ടു 90-95% ഓഫ് ദി ടൈം വെൻ ദർ ഇസ് എ ലെസ് ദൻ 6 mm സ്റ്റോൺ can be medically managed. If they have a size of 6 to 10 mm, chances comes down, maybe 50%. More than 10 mm, again it comes down 10%, and more than 15 mm, really 1% chance that they may medically get expelled. Along with that, when the patient has a pain and the system is obstructed, if the creatinine is going up, or a patient has a signs and symptoms of a fever, urosepsis ന്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2-3 weeks കഴിഞ്ഞിട്ടും ഒരു യൂറിട്രിക് സ്റ്റോൺ എക്സ്പെൽ ആകുന്നില്ലെങ്കിൽ, then we'll advise them the ureteroscopy procedure. Ureteroscopy is a minimally invasive procedure ആണ്. എൻഡോസ്കോപ്പി വഴി ഇവിടെ via natural orifice യൂറിട്രിക് ഓർ യൂറിട്രിലേക്ക് എൻഡോസ്കോപ്പി ഇതാക്കിയിട്ട് സ്റ്റോൺ
via laser, using the laser. Now the latest laser has come, the TFL laser. Using the TFL laser, we can safely remove the stone as a daycare procedure. If the stone is inside the kidney, always it is like, say inside the kidney stone ഒരു 10 mm മുകളിലുണ്ടെങ്കിൽ എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. വേരിയസ് മൊഡാലിറ്റീസ് ആർ അവൈലബിൾ ആണ്, ESWL, RIRS ആൻഡ് PCNL. The ESWL is a non-invasive method. ഇവിടെ പുറത്തുനിന്നൊരു എക്സ്ട്രാ കോർപ്പോറിയൽ ലിത്തോട്രിപ്സി എന്നാണ് പറയുള്ളൂ, ESWL. പുറത്തുനിന്ന് ഷോക്ക് വേവ് ജനറേറ്റ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് എക്സ്റേയിൽ ഫോക്കസ് ചെയ്തിട്ട് ഞങ്ങളത് സ്റ്റോണിൻ്റെ ബ്രേക്ക് ചെയ്തിട്ട് എക്സ്പെൽ ചെയ്യാൻ നോക്കുന്നതാണ്. ബട്ട് ലിമിറ്റേഷൻ ഇവിടെ അഗെയിൻ ഇറ്റ് ഈസ് നോട്ട് എൻ 100% സക്സസ്ഫുൾ അല്ല. അഗെയിൻ ഇറ്റ് ഈസ് എൻ ടെക്നീഷ്യൻ ഡിപ്പെൻഡൻറ്റ് പ്രൊസീജിയർ ആണ്. സക്സസ് റേറ്റ്സ് വിൽ ബി ലെസ്. തറികളായിട്ട് സ്റ്റോൺ ഇറങ്ങി പോകുന്ന സമയത്ത് പെയിനൊക്കെ ഉണ്ടാവുക, വീണ്ടും ഒരു സ്റ്റെൻറ്റിങ്ങും ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യത്തെ വരുന്നു. കിഡ്നിൻ്റെ ഉൾഭാഗത്തിന് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആയിട്ടുള്ളത് RIRS, ലാർജ് വോളിയം സ്റ്റോൺസിലേക്ക് വരുന്ന മോർ ദാൻ 2 cm സ്റ്റോൺസ് വരുന്ന സമയത്ത് കിഡ്നിക്ക് ഹോൾ ആക്കിയിട്ട് PCNL പറയുന്ന പ്രൊസീജിയറാണ്. ഇറ്റ് ഈസ് നോട്ട് കീ ഹോൾ, ഇറ്റ്സ് ഓൾവേസ് എ കിഡ്നി ഹോൾ സർജറി ആണ് ഇൻഡിക്കേറ്റഡ്. And another procedure is like an RIRS ആണ്, which is a flexible ureteroscopy. കിഡ്നിയുടെ ഉൾഭാഗത്തിന് ഞങ്ങൾ ഫ്ലെക്സിബിൾ യൂറട്രോസ്കോപ്പി കേട്ടിട്ട് ലേസർ വയ ഡസ്റ്റിംഗ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. Conventionally, RIRS is done for a less than 2 cm stones with a procedure known as pre-stenting. ഈ RIRS ചെയ്യുന്ന സമയത്തിൽ യൂറേറ്ററിലേക്ക് സ്റ്റെൻറ്റ് വെച്ചിട്ട് അതിന് ശേഷം നെക്സ്റ്റ് പ്രൊസീജിയർ ചെയ്ത് 2 weeks കഴിഞ്ഞിട്ട് വി ഗോ ഫോർ എ പ്രൊസീജിയർ. ബിക്കോസ് ഇൻ കൺവെൻഷണൽ RIRS there is something known as access sheath to be placed. ഇത് ഒരു ലാർജർ ഇൻസ്ട്രുമെൻ്റ് ആണ്, നിയർലി 10 French to 12 Frenchൻ്റെ ലാർജർ ഇൻസ്ട്രുമെൻറ്റ് വെക്കേണ്ടത് കൊണ്ടിട്ടാണ് പ്രീ സ്റ്റെൻറ്റിങ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് സ്റ്റോൺ ക്ലിയർ ആയ ശേഷം 2 weeks കഴിഞ്ഞിട്ട് സ്റ്റെൻറ്റ് എടുക്കലാണ്. But we have introduced a new variety for the new version of treatment for RIRS, which is called DSS technique in RIRS. ഇതിനെ കൂടെ ഞങ്ങൾക്ക് access to the stone, it is direct. We directly access the stone without using the access sheath. അതുകൊണ്ടിട്ട് പ്രീ സ്റ്റെൻറ്റിങ് ചെയ്യുന്ന ആവശ്യത്തെ വരുന്നില്ല. With this DSS technique, we are able to remove any size kidney stone from kidney without making any kidney hole. Procedure difference is patient can go on the same day discharge ചെയ്യാൻ പറ്റുന്നതാണ്. Patient can be back to the activity on the next day. Definitely large stones ഉണ്ടാകുന്ന സമയത്തിൽ may have to stage the procedure for a complete clearance.